കയർ മേഖലയിലെ പ്രതിസന്ധി കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ബജറ്റിന് മുന്നോടിയായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കടുത്ത പ്രതിസന്ധി നേരിടുന്ന കയർ മേഖലയ്ക്കായി 107.64 കോടി രൂപയാണ് ഇത്തവണ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കയർ ഉൽപ്പന്നങ്ങളുടെ സംഭരണത്തിനായി 38 കോടി രൂപയും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിന് 32 കോടിയുമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കയർ വ്യവസായത്തിന് ആശ്വാസം നൽകിക്കൊണ്ട് 107.64 കോടി രൂപയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ടായിട്ടുള്ളത്. പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് കയർ വ്യവസായത്തിനായുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. കയർ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, ഒപ്പം തന്നെ സ്വകാര്യ സംരംഭങ്ങൾ എന്നിവയുടെ പുനരുജ്ജീവനത്തിനും ആധുനികവൽക്കരണത്തിനുമായി 32 കോടി രൂപ ആണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. മാത്രമല്ല, കയർ മേഖലയിലെ ഗവേഷണവുമായി ബന്ധപ്പെട്ട ഗവേഷണ വികസന പദ്ധതികൾക്ക് വേണ്ടി 7 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. ഒപ്പം കയർഫെഡ് പോലുള്ള ഏജൻസികൾ മുഖേന കയറിന്റെയും കയർ ഉൽപ്പന്നങ്ങളുടെയും സംഭരണത്തിനായി 38 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. അത്തരത്തിൽ 107.64 കോടി രൂപയാണ് ഇന്ന് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ കയർ മേഖലയ്ക്ക് സഹായമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രഖ്യാപനങ്ങൾ ഓരോ ഘട്ടത്തിലും നടക്കുമ്പോൾ അത് എത്രമാത്രം പ്രാവർത്തികമാകുന്നു എന്നത് വലിയ തോതിൽ ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. കാരണം കയർഫെഡും കയർ കോർപ്പറേഷനും അടക്കമുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ സംഭരണമടക്കമുള്ള വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ തന്നെ അവർക്ക് കോടിക്കണക്കിന് രൂപ സംഭരണ ഇനത്തിൽ നൽകാനുണ്ട്. അതിനകത്ത് തന്നെ വലിയ തോതിലൊരു തുക മാറ്റിവെച്ചിരിക്കുന്നുവെന്ന സംഭരണത്തിൽ 38 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ തോതിൽ ഒരു തുക മാറ്റിവെച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം തകർച്ചയുടെ വക്കിലാണ് കയർ വ്യവസായം. ഇപ്പോൾ തന്നെ സൊസൈറ്റികൾക്കും മറ്റും കോടിക്കണക്കിന് രൂപയാണ് നൽകാനുള്ളത്. പല സൊസൈറ്റികളും പൂട്ടലിന്റെ വക്കിലാണ്. പൂട്ടിപ്പോയ സൊസൈറ്റികൾ ധാരാളമുണ്ട്. അത്തരത്തിൽ ആ സൊസൈറ്റികൾക്ക് തന്നെ ഇപ്പോൾ പണം നൽകാനുള്ളതിന്റെ കൂടെ ആണ് ഈ 38 കോടി രൂപ വന്നിരിക്കുന്നത്. അത് എത്രമാത്രം ഗുണകരമായി മാറുമെന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമായി കൊണ്ടുവന്നത്, അതായത് പരമ്പരാഗത കയർ ഉൽപ്പന്നങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സൊസൈറ്റികൾക്കും പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി കയർഫെഡ് ഇടനില നിന്നുകൊണ്ട് വലപ്പ അഥവാ ജിയോ ടെക്സ്റ്റൈൽസ് നിർമ്മാണമാണ് കൂടുതലായി കൊണ്ടുവന്നത്. അതിനെ ആണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജിയോ ടെക്സ്റ്റൈൽസ് നിർമ്മാണത്തിലേക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ ആ ജിയോ ടെക്സ്റ്റൈലിന്റെ സംഭരണം വലിയ തോതിൽ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യം, അതായത് സംഭരണം പൂർണ്ണമായും നിർത്തിയെന്ന് പറയാനാകില്ല. പക്ഷേ ആ സൊസൈറ്റികൾ, ആ തറകൾ ഉണ്ടാക്കുന്ന ജിയോ ടെക്സ്റ്റൈലുകൾ പൂർണ്ണമായി ഏറ്റെടുക്കാനായി കഴിയാത്തൊരു സാഹചര്യം കയർഫെഡിനുണ്ട്. അത് മാത്രമല്ല, സബ്സിഡി ഇനത്തിൽ നൽകാനുള്ള തുകയും വലിയ തുക ഉണ്ട് എന്നുള്ളതാണ്. അതായത് 15% ജിയോ ടെക്സ്റ്റൈൽസ് ഇപ്പോൾ വില കുറച്ചിട്ടുണ്ട്. സ്ക്വയർ മീറ്ററിന് 58 രൂപ ഉണ്ടായിരുന്നത് 48 രൂപയിലേക്ക് വില കുറച്ച് ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങൾക്ക് വിൽക്കാനായി തയ്യാറെടുക്കുമ്പോൾ പോലും കയർഫെഡ് പ്രഖ്യാപിച്ച സബ്സിഡി ഈ വ്യവസായികൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ സബ്സിഡി നൽകാൻ കഴിയാത്തിടത്തോളം ആ സബ്സിഡി ഇനത്തിൽ തന്നെ ഇത്തരത്തിൽ സൊസൈറ്റികളെ സഹായിക്കേണ്ട, തറകളെ സഹായിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ആ സബ്സിഡി പോലും കൃത്യമായി നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കയർ തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജിയോ ടെക്സ്റ്റൈലിന്റെ വില വലിയ തോതിൽ, അതായത് തോമസ് ഐസക്കൊക്കെ പ്രഖ്യാപിച്ചത് 15 വർഷത്തേക്ക് കയർ വ്യവസായത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ജിയോ ടെക്സ്റ്റൈലിലേക്ക് സൊസൈറ്റികളും ഒപ്പം തന്നെ തറികളുമൊക്കെ അതിന്റെ നിർമ്മാണത്തിലേക്ക് മാറണമെന്നുള്ള ആഹ്വാനമായിരുന്നു 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയത്. അതുപോലും ഇപ്പോഴും പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ജിയോ ടെക്സ്റ്റൈൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. പഴക്കം കൊണ്ട് നിർമ്മിച്ചവ ഉപയോഗശൂന്യമാകുന്ന സാഹചര്യമുണ്ട്. കയർഫെഡ് തന്നെ സംഭരിച്ചവ വിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയിൽ ഈ 107 കോടി രൂപ പ്രഖ്യാപിച്ച 107 കോടി രൂപ എത്രമാത്രം പ്രയോജനകരമാകും എന്നുള്ള സംശയമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും ഇപ്പോൾ താൽക്കാലികമായെങ്കിലും സൊസൈറ്റികൾക്ക് പണം കൈമാറിയില്ലെങ്കിൽ ആ പണം കൈമാറാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അത്തരത്തിൽ ആശ്വാസകരമായി ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായ തുക കൈമാറ്റം ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ എത്രമാത്രം പ്രായോഗിക തലത്തിൽ വരും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.